പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ ക്രിസ്മസ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ജൂബിലി വർഷത്തിന് സമാപനത്തിലേക്ക് ഞങ്ങൾ കർത്താവെ നടന്നു നീങ്ങുമ്പോൾ പുൽക്കൂട്ടിൽ ഞങ്ങൾ കണ്ട ഈശോ കർത്താവെ, ഞങ്ങൾക്കായിട്ട് മനുഷ്യനായിട്ട് അവതരിച്ച അവിടുന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യത്തിൽ, അവിടുത്തെ ശക്തിയിൽ, അവിടുത്തെ സമാധാനത്തിൽ ഈ പുതുവത്സരത്തിൽ മുന്നോട്ട് പോകാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ ജീവിത മേഖലകളും ഞങ്ങളുടെ മക്കളും എല്ലാം കർത്താവെ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയുടെ ശക്തിയിൽ ജീവിക്കാനുള്ള കൃപാവരം കർത്താവെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിലെ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നലെ ജനുവരി മാസം 2-ാം തീയതി നമ്മൾ കണ്ടു ഈശോ ആ മാതാപിതാക്കന്മാരോടൊപ്പം ആ നസറത്തില് ഒരു സാധാരണ ജീവിതം നയിക്കുകയാണ്. ഈ സാധാരണ ജീവിതത്തിലും ദൈവത്തിന്റെ ഇടപെടലുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇന്ന് തിരുവചനം നമ്മൾ പറയാണ്, ലൂക്കായുടെ സുവിശേഷം തന്നെ 2-ാം അധ്യായം 51-ാം തിരുവചനത്തില് നമ്മൾ കാണുന്നുണ്ട് ദൈവഹിതത്തില് വളരേണ്ട ജീവിതം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബവും മക്കളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളെ പ്രത്യേകിച്ച് നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇന്ന് നമ്മൾ ഓർക്കുക, ഈശോയെ കുറിച്ച് സുവിശേഷം പറയുന്നത് അവൻ അവർക്ക് കീഴടങ്ങി എന്നാണ്. 51-ാം വാക്യത്തില് ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. ഈ ഒരു വിധേയത്വം എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോകം നമ്മുടെ മുന്നിൽ പറയുന്നത് എന്താ? ഇന്ന് നമ്മുടെ യുവജനങ്ങളൊക്കെ അനുകരിക്കുന്നത് എന്താ? സ്വന്തം ഇഷ്ടം അനുസരിച്ച് ജീവിക്കുക. കാരണം മാതാപിതാക്കന്മാര് അവർ ഔട്ട്ഡേറ്റഡ് ആണ്. അവര് പിന്നെന്താണ്, കാലഹരണപ്പെട്ടു പോയ ചിന്തകളുള്ളവരും അതുപോലെ കാലഹരണപ്പെട്ട കാഴ്ചപ്പാടുള്ളവരുമായിട്ടുള്ള മാതാപിതാക്കൾ. അതുകൊണ്ട് അവരുടെ വാക്കിന് വിലയില്ല. മക്കളൊക്കെ പറയുന്നത് പലപ്പോഴും അവര് വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ അവര് ചുറ്റുപാടുമുള്ള സുഹൃത്തുക്കളെ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് ജീവിതത്തിൽ വളർന്നു വരുന്ന ഒരു വലിയ അവസ്ഥയിൽ പ്രായമെത്തി കഴിയുമ്പോഴാണ് അവർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ പലപ്പോഴും ഉണ്ടാവുക. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയൊരു കാലഘട്ടത്തെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. മക്കള് പലതിന്റെ അടിമത്തത്തിലേക്ക് പോവാണ്. പലപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നിനും തെറ്റായ ബന്ധങ്ങൾക്കും അങ്ങനെ ആശയങ്ങൾക്കൊക്കെ പുറകെ പോയി ഇന്ന് അവര് നഷ്ടപ്പെട്ട അവസ്ഥകള്, പ്രത്യേകിച്ചും ഈ യുവാക്കളും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന അവസരങ്ങളിൽ അവർ പറയണത്, അച്ഛാ, ഞങ്ങൾക്ക് ഇങ്ങനെ കർത്താവിനെ കുറിച്ച് പറഞ്ഞു തരാൻ ആരും ഉണ്ടായില്ല, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്ന്. വളരെ സങ്കടകരമായ അവസ്ഥകളാണ്. അപ്പോൾ ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റു എന്നാണ്. ഈ ക്രിസ്മസ് കാലഘട്ടത്തില് നമ്മുടെ തീരുമാനങ്ങളിലൊക്കെ, നമ്മുടെ പ്രിയ മക്കളുടെയൊക്കെ തീരുമാനങ്ങളിൽ ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ വിലയുണ്ടോ? ദൈവത്തിന് എന്ത് സ്ഥാനമുണ്ട്? ദൈവവുമായിട്ട് നമ്മൾ ആലോചന നടത്താറുണ്ടോ? നമ്മുടെ മക്കൾ അതേക്കുറിച്ച് അവരെന്ത് ചിന്തിക്കുന്നു? വിശ്വാസമൊക്കെ ക്ഷയിച്ചു പോയ കാലഘട്ടം, ദേവാലയമില്ല, കൂദാശയില്ല, സന്ധ്യാപ്രാർത്ഥനയില്ല, അങ്ങനെ ഒറ്റപ്പെട്ട് കൂട്ടുകെട്ടൊക്കെ ആയിട്ട് പോകുന്ന ജീവിതങ്ങളാണ് നമ്മൾ കാണുന്നത്. പലതിന്റെയും അടിമത്തങ്ങളാണ് ഇന്ന് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്ന. ഒരേ അടിമത്തങ്ങൾ ജീവിക്കുകയാണ്. നമ്മൾ ദൈവത്തിന്റെ ആ മകനും മകളുമായിട്ട് മാമോദീസായിൽ ആയി തീർന്ന ജീവിതമാണ് ഓരോ മനുഷ്യ മക്കളുടെയും ജീവിതം. അവിടെ ഈശോയെ കണ്ട് പഠിക്കണം. ഇനി ഒന്നിന്റെയും നമ്മൾ അടിമത്തത്തിലേക്ക് പോകരുത്. നമ്മൾ കർത്താവിനെ കീഴടങ്ങണം, പിശാചിനെ കീഴടങ്ങരുത്. ആ മാമോദീസായ ദേവാലയത്തിലേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുവരുമ്പോ കർത്താവിന്റെ അഭിഷിക്തൻ ദേവാലയത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, നീ പിശാചിനെ ഉപേക്ഷിക്കുന്നോ എന്നുള്ള ചോദ്യം. പിശാചിനെ ഉപേക്ഷിച്ച് ഈശോയെ രക്ഷകനായിട്ട് സ്വീകരിച്ചുകൊണ്ട് ആരംഭിച്ച ജീവിതം ഇനി ഒരിക്കലും പിശാചിനെ കീഴടങ്ങാൻ പാടില്ല. നമ്മളും നമ്മുടെ മക്കളും അവരനുസരണത്തില് ദൈവത്തിന്റെ മക്കളായി യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ച് മാമോദീസായിൽ ദൈവം നൽകിയ അവിടുത്തെ ദൈവിക ഛായ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അതിൽ നിറഞ്ഞു ജീവിക്കാനായിട്ട് ഈ ദിവസം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു. ലോകം പറയുന്നതല്ല, ലോകം കാണിച്ചു തരുന്നതൊക്കെ പലപ്പോഴും നൈമിഷികമായ സുഖങ്ങളും അതുപോലെ തന്നെ ലോകത്തിന്റെ അടിപൊളിയുടെ ഒരു ജീവിതമാണ്. അത് നമുക്കറിയാം, അത് എവിടെ ചെന്ന് അവസാനിക്കും എന്നാർക്കും അറിയില്ല. ഒരു വ്യക്തതയില്ലാത്ത ജീവിതം, അവസാനം നിരാശയിലും ദുഃഖത്തിലും ഒക്കെ പോയി ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ മക്കളാണുള്ളത്. ഇവിടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നു, ദൈവത്തിന് വിധേയരായിട്ട് ജീവിക്കുക, കർത്താവിന് കീഴടങ്ങുക. പിശാചിനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ജനുവരി മാസം 3-ാം തീയതി ജൂബിലി വർഷ സമാപനത്തിലേക്ക് കടക്കുമ്പോൾ കർത്താവ്, ഈ ക്രിസ്മസ് കാലഘട്ടം ഞങ്ങളോട് പറയുന്നത് ഈശോയിലേക്ക് നോക്കുക. അവൻ വളർന്നു വന്നതുപോലെ, അവൻ തന്റെ ദൈവത്തിന് കീഴടങ്ങിയതുപോലെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും കുടുംബവും
ദൈവഹിതത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കാൻ അനുഗ്രഹം പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.